ഈ ഷിരൂരിലെ തെരച്ചിൽ സംബന്ധിച്ചൊരു ആശങ്ക നിലനിന്നിരുന്നു. ഇപ്പം വീണ്ടും അത് പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു വേഗതയുണ്ടോ എന്താണ്? അല്ല, അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതേ, അർജുൻ്റെ അമ്മയെ കണ്ടു, അച്ഛനെ കണ്ടു, സഹോദരനെയും സഹോദരിമാരെയും കണ്ടു, അവൻ്റെ ഭാര്യയെ കണ്ടു, എല്ലാ ബന്ധുക്കളെയും കണ്ടു. എനിക്ക് ആദ്യം തോന്നിയത് ഇത്രയും വലിയൊരു മഹാദുരന്തത്തിന് മുമ്പിൽ ആ കുടുംബം കാണിക്കുന്ന ഉയർന്ന സംസ്കാരം, അവരുടെ മനുഷ്യത്വം, നന്മ, അത് പറഞ്ഞേ തീരും. അവിടെ എല്ലാവരുടെയും മനസ്സിലൊരു സങ്കട കടലുണ്ട്, എല്ലാ മനസ്സുകളിലും. ആ കടലൊക്കെ ഉള്ളപ്പോഴും അവരാരും സംയമനം വിടാതെ നിലതെറ്റാതെ പറഞ്ഞ ഓരോ വാക്കും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മനസ്സിൽ പതിയേണ്ടതാണ്. ഒരമ്മ പറയുകയാണ്, ഒരു സൂക്ഷിച്ചു വെക്കാൻ ദൈവം ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ, മോക്ഷം എന്നുണ്ട്, മോക്ഷത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലും വേണ്ട എന്ന് ചോദിക്കുക. ഇത് രാജ്യം കേൾക്കണം, രാജ്യം കേൾക്കണം. ഒറ്റപ്പെട്ട ഒരാളിൻ്റെ വിലാപമല്ല, ഒരു കുടുംബത്തിൻ്റെ സങ്കടമല്ല, അത് ഈ നാടിൻ്റെ പൊതു സങ്കടമാണ്, കാഴ്ചപ്പാടാണ് പറയുന്ന ഓരോ വാക്കുകളും. എല്ലാവരും, നാട് മുഴുവൻ അവർക്കൊപ്പമുണ്ട്. ഇത് കേരളത്തിൻ്റെ മഹത്വമാണ്. ഒരാളിൻ്റെ നഷ്ടത്തിൻ്റെ മുഹൂർത്തത്തിൽ മുഴുവൻ ജനങ്ങളും ബാക്കിയെല്ലാം മറന്നുകൊണ്ട് ആ കുടുംബത്തോടൊക്കെ നടക്കാൻ കാണിച്ചിട്ടുള്ള ഈ ഉയർന്ന സംസ്കാരമാണ് കേരളത്തിൻ്റെ മഹത്വം. ഞാൻ വായിച്ചു, ഞാൻ കേട്ടു, കർണാടകത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചു അത്രേ, ഈ കാണാതെ പോയ ആൾ മന്ത്രിയാണോ എന്ന്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ആരാണ്? മന്ത്രിയാണ്. ആ ചോദ്യം ഉണ്ടാകുന്നിടത്തോളം ഈ ചെറുപ്പക്കാരന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാം കാണിച്ച ഒരു രാപകൽ തന്നെയുള്ള ഉത്കണ്ഠയും താല്പര്യവും അത് പറഞ്ഞു തീരും. എനിക്ക് തോന്നിയത്, ഞാൻ അർജുൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ചില സുഹൃത്തുക്കളോട് സംസാരിച്ചു ഫോണിൽ. അവർ പറയുന്നത് ഇതൊരു ചെറിയ കാര്യമല്ലെന്ന്. ഇന്ന് അർജുൻ, നാളെ ആരായിരിക്കും? ഈ നാഷണൽ പെർമിറ്റുള്ള ലോറികളിൽ ഈ വലിയ രാജ്യത്തിൻ്റെ തെക്കോട്ടും വടക്കോട്ടും എല്ലാം പോകുന്ന നൂറുകണക്കിനോ ആയിരക്കണക്കിനുമുള്ള ലോറി ജീവനക്കാരുണ്ട്. അവരെല്ലാം രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വേണ്ടി ചരക്ക് നീക്കുന്നവരാണ്. ചരക്ക് നീക്കാൻ വേണ്ടി രാവും പകലും മാറ്റി വെച്ചുകൊണ്ട് ആഴ്ചകളോളം കുടുംബത്തെയും ഉറ്റവരെയും എല്ലാം നാട്ടിൽ ആക്കിയിട്ട് ദൂരെ പോകുന്നവരാണ്. അവരുടെ ജീവന സുരക്ഷിതത്വം ഓർക്കാപ്പുറത്തുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളുണ്ടായാൽ ഒരു മലയാകെ ഇടിഞ്ഞു വീഴുന്നു, വെള്ളം ഇരമ്പി കയറി വരുന്നു. പണ്ടൊക്കെ കെട്ടുന്നത് വല്ല പിടിച്ചുപറക്കാരുടെ കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, പിടിച്ചുപറക്കാർ, തട്ടിപ്പുകാർ, അവർക്ക് ഇപ്പോഴും. ഇന്നത്തെ കാലത്ത്, കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഈ കാലത്ത് മുമ്പൊരിക്കലും കാണാനാകാത്ത വിധത്തിലുള്ള ദുരന്തങ്ങളുടെ വേദിയായി നാഷണൽ ഹൈവേ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേ അർജുന്മാരുടെ ജീവിതം പൊലിയുന്ന സ്ഥലമായി മാറാൻ പാടില്ല. അവിടെ രാവും പകലും സുരക്ഷിതത്വമാണ്. കാലാവസ്ഥ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുപോലെ മലകളും കുന്നുകളുമെല്ലാം ഇടിഞ്ഞു വീണോ, വെള്ളം ഇരമ്പിക്കയറിയോ, ലോറിയാകെ തന്നെ ഒഴുകി പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ ബോധ്യമായി. അതെല്ലാം കണ്ടുകൊണ്ട് ഈ തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ ഭദ്രത വേണം. അതിന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യം ഗൗരവമായി കാണും. നാഷണൽ ഹൈവേയുടെ സുരക്ഷിതത്വത്തെ പറ്റി പറയുമ്പോൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്താ? വലിയ വർക്കെടുക്കുന്നു, കോടികളുടെ വർക്കെടുക്കുന്നു, എല്ലാം വലിയവരെടുക്കുന്നു, ആരെയോ സബ് കോൺട്രാക്ട് കൊടുക്കുന്നു. അങ്ങനെ കോൺട്രാക്ടേഴ്സ്, സബ് കോൺട്രാക്ടേഴ്സ്, ഉദ്യോഗസ്ഥന്മാരെല്ലാം തോന്നുംപടി കാട്ടിക്കൂട്ടുന്നു.
ഒരു മല ഇടിക്കുമ്പോൾ റോഡിന് വേണ്ടി വീതുപെട്ടെന്ന് നോക്കുമ്പോൾ പാലിക്കേണ്ട ശാസ്ത്രീയ മാനദണ്ഡമുണ്ട്, സ്ലോപ്പിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളുണ്ട്. കേരളത്തിൽ ഇപ്പം ഗുരുതരമായിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ അല്ലല്ല, അത് കേരളമെന്നോ പിന്നെ കർണാടക എന്നോ വ്യത്യാസമില്ല. എംപിമാരൊക്കെ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള തീർച്ചയായിട്ടും ഇത് CPI വിഷയമല്ല, ഇത് പാർട്ടി വിഷയമല്ല. ഞങ്ങൾ ഇതിനെ കാണുന്നത് ഒരു മനുഷ്യ വിഷയമായിട്ടാണ്. അവിടെ രാഷ്ട്രീയം പറയാൻ വന്നതല്ല. അവിടെ CPI, CPM, കോൺഗ്രസ് എന്ന വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ MPമാരും അവരുടെ പങ്ക് വഹിക്കണം. അതിൽ ഒന്നേണ്ട കാര്യം ഇതാണ്, ദേശീയപാതയിൽ കൂടി നാടിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വേണ്ടി രാവും പകലും ലോറി ഓടിക്കുന്ന ആയിരക്കണക്കായ ലോറി ജീവനക്കാരുടെ ജീവൻ ഉറപ്പ് വേണം, ഭദ്രതയ്ക്കുറപ്പ് വേണം. ഇവിടെ അടുത്ത് തന്നെ നമ്മളടുത്ത് തന്നെ ഒരു സ്ത്രീ സൂര്യന് വീണ് മരിച്ച അത് എല്ലാവർക്കുള്ള മുന്നറിയിപ്പാണത്. കാരണം പഴയത് കാലമല്ല ഇതിപ്പം. ഈ കാലത്ത് മണ്ണിടിച്ചിലുകളും കുന്നിടിച്ചിലുകളും മലയിടിഞ്ഞു വീഴുകളൊക്കെ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഈ കാലത്ത് എങ്ങനെ വേണം ഓരോ വികസന പ്രവൃത്തി, ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട് എല്ലാവരും പാഠം പഠിക്കണം. കാലാവസ്ഥ മാറ്റം യാഥാർത്ഥ്യമാണ്, ഗ്ലോബൽ വാർമിംഗ് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആഗോളതാപന കാലത്ത്, കാലാവസ്ഥ മാറ്റക്കാലത്ത് റോഡിന് അല്ലെങ്കിൽ ഏത് വികസന പ്രവൃത്തിയുമാകട്ടെ അതെല്ലാം സംഭവിക്കുമ്പോൾ പാലിക്കേണ്ട ശാസ്ത്രീയ മുൻഗണനകൾ, കരുതലുകൾ അത് വേണം. ആ കരുതലില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന പാഠമാണ്. ആ പാഠം എല്ലാവരും പഠിക്കണം. നമ്മളതിൽ സർക്കാർ വിരുദ്ധ പ്രസ്താവന കൊടുക്കുകയല്ല. ഞാൻ പറഞ്ഞില്ല കേരളമെന്നോ കർണാടകമെന്നോ ഉള്ളൊരു വളക്കാക്കി പ്രത്യേകിച്ചില്ല. അതിനകത്ത് ഒരു മുഖ്യ പങ്കുണ്ട്. റോഡ് സേഫ്റ്റിയെ പറ്റിയുള്ള സങ്കല്പങ്ങളെ പുതുക്കി എഴുതണം. കാലാവസ്ഥ മാറ്റക്കാലത്തുള്ള റോഡ് സേഫ്റ്റി എന്താണ്? അങ്ങനെ സ്പീഡ് ബ്രേക്കർ മാത്രം വെച്ചാൽ പോരാ. അല്ല, നിർത്തിവെക്കാൻ പാടില്ല. അതാ കുടുംബത്തെ കേൾക്കണം. ഇന്ത്യ കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരമ്മ നൊന്ത് പറയുകയാണ്, എന്തെങ്കിലും ഒരു തുമ്പെങ്കിലും വേണം, അത് കിട്ടും വരെയും തിരച്ച് നിർത്തിവെക്കാൻ പാടില്ല. സംസ്ഥാന ഗവൺമെൻറ് എടുത്ത് ഇടപെട്ടത് ഏറ്റവും മാതൃകാപരമായിട്ടാണ്. അല്ല, സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട എല്ലാ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട്, നേവി അടക്കമുള്ള ടെക്നിക്കൽ നോളജുള്ള എല്ലാവരെയും ഇടപെടിച്ചുകൊണ്ട് ചെയ്യേണ്ട പണിയൊക്കെ ചെയ്യിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, ഇനിയും ചെയ്യും.